ഹലോ ഗെയ്സ്, നമ്മളങ്ങനെ വീണ്ടും തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത്. തമിഴ്നാട്ടിലൊരു വെറൈറ്റി ഇനം വാഴത്തോട്ടത്തിലാണ്. ഈ വാഴ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത കുറവാണ്. ഇത് കായ ബജ്ജി ഉണ്ടാക്കുന്ന ഒരു ഇനം വാഴയാണ്. നമ്മളെ നാട്ടിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും അതേപോലെ തമിഴ്നാട്, കർണാടക സ്റ്റേറ്റുകളിലൊക്കെ കായ ബജ്ജി ഉണ്ടാക്കും അവർ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു വാഴയാണിത്. ഞാൻ വിചാരിച്ച സാധാ കായ്ക്ക് തന്നെയാണ് ഈ ബജ്ജി ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് ബജ്ജി ഉണ്ടാക്കാൻ തന്നെയായിട്ടുള്ളൊരു ഇനം വാഴയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കൃഷിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ വയനാട്ടിൽ ഇത് കൃഷിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നവർ. 2 ലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. വാഴേൻ്റെ ചുവട്ടിലധികം മണ്ണൊന്നും അങ്ങനെ കയറ്റിയിട്ടില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാ വളമിടുമ്പോഴും വെട്ടി മണ്ണും അല്ലാണ്ട് കയറ്റും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു 10-35 കിലോ തൂക്കം വരുന്നൊരു വാഴക്കുലയാണിത്. ഇത് വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തൂക്കത്തിനല്ല ഇതെടുക്കുന്നത്. ഇതൊരു കൊലയ്ക്ക് 300 രൂപ എന്നുള്ള ഒരു നിരക്കിലാണ്. അത് തൂക്കം നോക്കത്തൊന്നുമില്ല. എത്ര കൊലയുണ്ടെന്ന് വെച്ചാൽ ആ കൊലയ്ക്കനുസരിച്ചാണ് പൈസ. നല്ല വലിപ്പമുള്ള കൊലകളാണ്. എങ്ങനെയായാലും ഒരു 10-30 കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരും ഓരോ കൊലയ്ക്കും. ഇത് നേന്ത്രവാഴേൻ്റെ അത്ര നീട്ടവും ഇല്ല കായ്ക്ക്. ഒരു റോബസ്റ്റിൻ്റെ വേറൊരു ടൈപ്പ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല കൊലയാണ്, നല്ല ആരോഗ്യമുള്ള വാഴകളാണ്. ഒരു ചൂട്ടിൽ മുതൽ ഇതിൻ്റെ ഇലയൊന്നും മുറിച്ചിട്ടൊന്നുമില്ല. ചൂടുള്ള കാരണം ഇത് ഇങ്ങനെ ഇല നിർത്തിയാൽ കടയ്ക്കധികം പൊള്ളലേൽക്കാതിരിക്കാനാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഴക്കുല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് ഏതായാലും ഒരു ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ നല്ലൊരു വാഴത്തോട്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇനം വാഴകളുടെ കൃഷിത്തോട്ടങ്ങൾ കാണാം. നമ്മൾ സാധാരണ നേന്ത്ര, അതുപോലെ ഞാലിപ്പൂവൻ, അതൊക്കെയാണ് അധികം കൃഷി ചെയ്യുക. നമ്മളെ വയനാട്ടിലധികവും നേന്ത്രവാഴ തന്നെയുള്ളൂ. നേന്ത്രേൻ്റെ പല വെറൈറ്റികളുണ്ടെങ്കിലും നേന്ത്രവാഴ കൃഷി എടുക്കുകയെന്ന് ചെയ്യലുള്ളൂ. മറ്റു വാഴകളങ്ങനെ കൃഷി ചെയ്യുന്നില്ല. കർണാടകത്തിലുണ്ട് പല ഇനം വാഴകൾ ചെയ്യുന്നുണ്ട് കൃഷി. അപ്പോൾ വയനാട്ടിൽ ശരിക്കും മെയിനായിട്ട് നേന്ത്രവാഴ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു അനുഭവമായി. നല്ല ഈ വാഴത്തോട്ടം കാണാനും കൊലയെപ്പറ്റി അറിയാനും സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള കൃഷിപരമായ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും കൃഷി ഇതേപോലെ വീഡിയോ കണ്ടിട്ടൊരു പ്രചോദനമായി മാറട്ടെ. നാളെ വരും തലമുറ ഇത് ചെയ്യാനുള്ളൊരു ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു വാഴത്തോട്ടമാണ്. നല്ല പരിപാലിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.